നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മരത്താക്കര സ്വദേശി. LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ യോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത്. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയായിരുന്നു. അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ, അങ്കമാലി സ്വദേശികളാണ്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. പ്രതിഷേധ ധർണ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ MK ഷൈൻ, വിനയൻ തോട്ടപ്പള്ളി, സദാശിവൻ കുറുവത്ത്, കോടന നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രനീല ഗിരിജൻ, ബിജി ഡേവിസ്, ബാബു കൊളക്കാട്ടുകാരൻ, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കൊച്ചക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. അസീസി കോൺഗ്രേഷനിൽപ്പെട്ട 2 സിസ്റ്റർമാർ, പ്രീതി മേരിയും അതുപോലെ വന്ദന ഫ്രാൻസിസ്, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സമീപ മലയാളികളായിട്ടുള്ള 2 സിസ്റ്റർമാരെ കള്ളക്കേസെടുത്ത് ആ പാവപ്പെട്ട സിസ്റ്റർമാരെ തുറങ്കിലടയ്ക്കുന്ന കിരാതമായ നടപടികളാണ് ഇന്ന് BJP നേതൃത്വം കൊടുക്കുന്ന ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ MK സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ശനിയാഴ്ച വൈകുന്നേരം 5:35 മരണം സംഭവിച്ചത്. മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളാണ് വിടവാങ്ങിയത്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്തിരുന്ന മരത്താക്കര കുഞ്ഞനമ്പാറ സ്വദേശി പുഴയ്ക്കൽ വീട്ടിൽ ഭാസ്കരനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. കുറച്ചു ദിവസമായി ശാരീരിക അസ്വസ്ഥതകൾ മൂലം അവധിയിലായിരുന്നു. വെള്ളിയാഴ്ച തിരികെ ഭാസ്കരൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസ്കരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അംബികയാണ് ഭാര്യ. അനു, ജിനു എന്നിവർ മക്കളും ഷൈജു മരുമകനുമാണ്. മറ്റത്തൂർ 3 മുറിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 3 മുറി ചെട്ടിയാടൻ വീട്ടിൽ പരേതനായ ശിവരാമന്റെ ഭാര്യ കമലയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് വീടിനു സമീപത്തെ പറമ്പിൽ കമലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, N മനോജ്, കലാപ്രിയ സുരേഷ്,
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്ഥിരസമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, PK ശിവരാമൻ, NN ദിവാകരൻ, ട്രീസ ബാബു, BRC കോർഡിനേറ്റർ അനൂപ്, നന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 8 പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 500-ലധികം കുട്ടികൾ MLA പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി. വിശിഷ്ടാതിഥികൾക്കും പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഔഷധ വൃക്ഷ തൈകൾ സമ്മാനിച്ചു. LSS, USS, NMS സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള പുതുക്കാട് നിയോജക മണ്ഡലതല MLA പ്രതിഭാ പുരസ്കാര വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. തുടർന്നും ഒരുപാട് വിജയങ്ങൾ നമുക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഇതുപോലത്തെ അപ്രീസിയേഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് ഊർജ്ജം തരട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ബഹുമാനപ്പെട്ട MLAക്കും അതിനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും കൂടെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പുരസ്കാരം പ്രതിഭാ പുരസ്കാരം നൽകുന്നത് കുട്ടികൾ ഏറ്റവും മികച്ചവരായി വളരാനാണ്. അതിൻ്റെ ആദ്യ വഴിയാണ് LSSൻ്റെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ USSൻ്റെ സ്കോളർഷിപ്പ്, NMS സ്കോളർഷിപ്പ്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഇന്ത്യയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓരോ രക്ഷിതാക്കളും ഓരോ കുട്ടികളും അവരുടെ വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് വളരെ നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കാലഘട്ടം. ഇത്രയും വിപുലമായ തരത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നേരത്തെ പ്രതിഭാ പുരസ്കാരത്തിന്റെ ഭാഗമായി SSLC +2 വിദ്യാർത്ഥികളെയും ഇപ്പോൾ ഈ പ്രതിഭാ പുരസ്കാരത്തിന്റെ ഭാഗമായി LP UP സ്കൂളിലെ വിദ്യാർത്ഥികളെയും പുതുക്കാട് മണ്ഡലത്തിലെ LSS, USS, NMS സ്കോളർഷിപ്പ് നേടിയവരെ ആദരിക്കുന്ന പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലന പരിപാടി നമ്മുടെ കുട്ടികൾ, നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ കുട്ടികളും, ഈ കാറ്റഗറിയിലുള്ള എല്ലാ കുട്ടികളും അവരുടെ അധ്യാപകർ ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഈ ആദരവ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കളക്ടറെ വളഞ്ഞ് കുട്ടിക്കൂട്ടം. കുട്ടികളോടൊപ്പം സെൽഫി എടുത്തും സംസാരിച്ചും കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പുതുക്കാട് നിയോജക മണ്ഡലം MLA വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കളക്ടർ. LSS, USS, NMS സ്കോളർഷിപ്പുകൾ നേടിയ മിടുക്കരാണ് കളക്ടറെ പരിചയപ്പെടാൻ എത്തിയത്. പരിപാടിയിൽ സംസാരിച്ച് വേദിയിൽ നിന്ന് പുറത്തേക്ക് കളക്ടർ ഇറങ്ങുമ്പോഴായിരുന്നു കുട്ടികൾ സെൽഫി എടുക്കാനായി കൂടിയത്. ഏറെ തിരക്കുകളുണ്ടായിട്ടും തന്റെ അടുത്തേക്ക് വന്ന കുഞ്ഞുങ്ങളെ ഒപ്പം ചേർത്ത് സെൽഫി എടുത്തും ഓട്ടോഗ്രാഫ് നൽകിയുമാണ് കളക്ടർ കുട്ടികളോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. ജില്ലാ ഭരണാധികാരിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടിക്കൂട്ടവും. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ 28ാം ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ ഇന്ത്യൻ അംബാസിഡറും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചെയർമാനുമായ TP ശ്രീനിവാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള വിദേശ നയം ഇന്ത്യയുടേതാണെന്ന് TP ശ്രീനിവാസൻ പറഞ്ഞു. സമ്മേളനത്തിൽ സ്ഥാപക മാനേജരും ഡയറക്ടറുമായ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. ഇംഗ്ലീഷ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കൊമേഴ്സ് എന്നീ ബിരുദധാരികളുടെയും കമ്പ്യൂട്ടർ സയൻസ്, ക്ലിനിക്കൽ സൈക്കോളജി എന്നീ ബിരുദാനന്തര ബിരുദധാരികളുടെയും ഗവേഷണ ബിരുദധാരികളുടെയും ബിരുദദാനമാണ് നടന്നത്. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സീന മാത്യൂസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ്, വിവിധ വകുപ്പ് മേധാവികളായ ജീത ജോണി, ഡോക്ടർ സുകന്യ ബി മേനോൻ, ഡോക്ടർ KS ഉമാദേവി, ഡോക്ടർ TA റിൻസി, ഡോക്ടർ അലൻ ലൂക്കോസ്, ജോയിന്റ് കോർഡിനേറ്റർ ദീപ്തി M പിഷാരടി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. The secret to becoming a better person is having a goal and direction in life, as well as being willing to help others. Once again, congratulations, my dear students. God bless you all. And now I officially declare the closure of the... Thank our founder, director and manager, Reverend Dr. Harshan Pariyattu,
for his constant guidance and blessings that continue to shape our institution. A special note of thanks to our beloved principal, Dr. Simi Verghese. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ യോഗവും സംഘടിപ്പിച്ചു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിച്ച ഉണർത്തുജാഥ മൂന്നുമുറിയിൽ നിന്ന് ആരംഭിച്ച് കോടാലിയിൽ സമാപിച്ചു. തുടർന്ന് കോടാലി ആൽത്തറയ്ക്കൽ നടന്ന ആദരണ യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. IRTC റീജിയണൽ കോർഡിനേറ്റർ VK ജയ് സോമനാഥൻ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ഹരിതകർമ്മസേനയുടെ നേട്ടങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന പ്രചാരണ നോട്ടീസിന്റെ പ്രകാശനം വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ നിർവഹിച്ചു. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി, കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, KK അനീഷ് കുമാർ, മറ്റത്തൂർ ഹരിതകർമ്മസേന സെക്രട്ടറി നിബി സുധീഷ്, KK സഹജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, ആനപ്പാന്തം കാഡർ പഠന സംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, TA വേലായുധൻ, KK സോജ എന്നിവർ സന്നിഹിതരായി. വനം വന്യജീവി വകുപ്പ് പാലപ്പള്ളി റേഞ്ച് ഓഫീസിന്റെയും അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിത്തൂട്ട് നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന ഫുഡ്, ഫോഡർ, വാട്ടർ മിഷന്റെ ഭാഗമായിട്ടാണ് വിത്തൂട്ട് നടത്തിയത്. വന്യജീവികൾക്ക് ആവശ്യമായ ഫലങ്ങൾ കാട്ടിൽ തന്നെ നട്ടുവളർത്തുക എന്നതാണ് മിഷന്റെ ലക്ഷ്യം. പ്ലാവ്, കാട്ടുമാവ്, മാംഗോസ്റ്റിൻ, ഞാവൽ, മലമ്പുന്ന, അമ്പഴം, ആഞ്ഞിലി, പന, കുടംപുളി എന്നിവയുടെ വിത്തുകളാണ് മണ്ണും ജൈവവളവും ചേർത്ത് ബോൾ രൂപത്തിലാക്കി പാലപ്പള്ളി കള്ളായി ഒലി വനമേഖലയിൽ നിക്ഷേപിച്ചത്. ഈ വിത്തുകൾ മഴയിൽ മുളച്ചുപൊന്തി സ്വാഭാവിക വനങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യം. പാലപ്പള്ളി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KT ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BFO AM അനുശ്രീ, RRT SFO VV ഷിജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ EV ബാബു, KR രതീഷ്, KV ജിതേഷ് ലാൽ, SV ജയൻ, KK സരിത, അധ്യാപകരായ T പുഷ്പ, PT ജിനിമോൾ, MB സജീഷ്, NMR വാച്ചർമാരായ IS ഷാജു, KV സുനിൽ, മനോഹരൻ, ലിജോ മോൻ, IS ഷാജു, MK രതീഷ് എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും നൽകുന്ന സഹായ ഉപകരണ നിർണയ പരിശോധന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, സുമ ഷാജു, രശ്മി ശ്രീശോഭ്, ICDS സൂപ്പർവൈസർ PK വിനോദിനി എന്നിവർ സന്നിഹിതരായി. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ ലീഡർ തെരഞ്ഞെടുപ്പ്. പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടിംഗ് മെഷീൻ രീതിയിലാണ് വിദ്യാർത്ഥികൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. വിജ്ഞാപനം നൽകുന്നത് മുതൽ ഇലക്ഷൻ പ്രചരണവും വോട്ട് അഭ്യർത്ഥനയും അടങ്ങുന്ന ഇലക്ഷൻ പ്രക്രിയയിൽ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് അസിസ്റ്റൻസും എല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് പുസ്തകങ്ങളിലൂടെ മാത്രം പരിചിതമായ ജനാധിപത്യ രീതി പ്രായോഗികമായി മനസ്സിലാക്കാൻ സാധിച്ചു. 7 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. സ്കൂൾ ലീഡറായി ക്രിസ്റ്റ ലിൻസനെയും അസിസ്റ്റന്റ് ലീഡറായി TG ഹരികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. സ്പോർട്സ്, ആർട്സ്, ഡിസിപ്ലിൻ, ക്ലെനിനസ്, അഗ്രികൾച്ചർ ലീഡർമാരായി യഥാക്രമം KS നക്ഷത്ര, വൈഗ പ്രദീപ്, MP ഹരിപ്രിയ, ജാസ്മിൻ, അനാലിയ, റോസ് NB എന്നിവരെയും തെരഞ്ഞെടുത്തു. ആമ്പല്ലൂർ ജംഗ്ഷനിലെ താൽക്കാലിക ബസ് സ്റ്റോപ്പ് വികസിപ്പിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ RJD ആമ്പല്ലൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജംഗ്ഷനിലെ ചെളിയും വെള്ളക്കെട്ടും ഒഴിവാക്കണമെന്നും ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് ലോയേഴ്സ് സെന്റർ SLC സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TI സേവ്യർ, ജില്ലാ കമ്മിറ്റി അംഗം IP കുട്ടൻ, എബീസ് കുന്നിക്കുരുവിൽ, MA കൊച്ചുമോൻ, AN സുകുമാരൻ, KS സുകുമാരൻ, NA യോഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളി 150 വർഷങ്ങൾ പൂർത്തിയായതിൻ്റെ സമാപന ആഘോഷങ്ങൾ ഞായറാഴ്ച നടക്കും.
വൈകിട്ട് 3:30 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ചടങ്ങ് ആരംഭിക്കും. ശേഷം നടക്കുന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. ശതോത്തര ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച 4 കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാനവും ശതോത്തര സുവർണ ജൂബിലി സ്മരണിക പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തപാൽ ജീവനക്കാർക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ്, സോൺ ചെയർമാൻ PD ജോൺസ്, AM ആന്റോ, PP പോൾ എന്നിവർ പ്രസംഗിച്ചു. വസ്ത്രവിസ്മയങ്ങളുടെ മായാലോകം തീർക്കാൻ കൊടകരയിലെ ഏറ്റവും വലിയ വസ്ത്രശേഖരവുമായി ഗ്രാൻഡ് വെഡ്ഡിങ്സ് പ്രവർത്തനം ആരംഭിക്കുന്നു. KR കോംപ്ലക്സിൽ ആരംഭിക്കുന്ന ഗ്രാൻഡ് വെഡ്ഡിങ്സിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം രേഷ്മ അന്ന രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോടോപ്പ്. രോഗപ്രതിരോധ സംവിധാനം തകരാറിലാകുമ്പോൾ മുടികൊഴിച്ചിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് അലോപീസിയ ഏരിയേറ്റ. ഇത് തലയോട്ടിയിലോ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലോ പെട്ടെന്ന് പൊട്ടുന്ന മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നു. അമിത മുടികൊഴിച്ചിൽ, സെൻസിറ്റീവ് തലയോട്ടി, നഖത്തിലെ മാറ്റങ്ങൾ, പുരികങ്ങളുടെയും കൺപീലികളുടെയും കൊഴിച്ചിൽ എന്നിവയാണ് അലോപീസിയ ഏരിയേറ്റയുടെ ലക്ഷണങ്ങൾ. പാരമ്പര്യമായി അലോപീസിയ ഉണ്ടെങ്കിൽ ഉയർന്ന അപകട സാധ്യതയുണ്ട്. പാരമ്പര്യം അലോപീസിയ ഏരിയേറ്റയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. പാരിസ്ഥിതിക ഘടകങ്ങളാണ് മറ്റൊരു കാരണം. ഉയർന്ന സമ്മർദ്ദ നിലകൾ അലോപീസിയ ഉൾപ്പെടെയുള്ള വിവിധ സ്വയം രോഗപ്രതിരോധ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി മലിനീകരണ വസ്തുക്കളുമായുള്ള സമ്പർക്കം മുടികൊഴിച്ചിലിന് കാരണമാകും. ചില മരുന്നുകളും രാസവസ്തുക്കളുമായുള്ള സമ്പർക്കവും സാധാരണ രോഗപ്രതിരോധ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയേക്കാം. മോശം ഭക്ഷണക്രമം, പ്രത്യേകിച്ച് സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപഭോഗം മുടികൊഴിച്ചിലിന് ഇടയാക്കും. മതിയായ ശാരീരിക പ്രവർത്തനങ്ങളില്ലാത്ത ഉദാസീനീയമായ ജീവിതശൈലി മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അലോപീസിയ ഏരിയേറ്റയുടെ സാധാരണ ആദ്യ ലക്ഷണങ്ങൾ ചെറിയ കഷണ്ടിപ്പാടുകളാണ്. ഈ പാടുകൾ പല ആകൃതിയിലാകാമെങ്കിലും അവ സാധാരണയായി വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ആയിരിക്കും. അലോപീസിയ ഏരിയേറ്റ മിക്കപ്പോഴും തലയോട്ടിയെയും താടിയെയും ബാധിക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ആഗസ്റ്റ് 5, 6, 7 തീയതികളിൽ വനിതകൾക്കായി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൗജന്യ പരിശീലന ക്ലാസ് നടത്തും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 9072592416, അടുത്ത നമ്പർ 9072592412. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നിള സേവാ സമിതി നടത്തുന്ന തണൽ ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമിലേക്ക് ഹോം മാനേജർ, വാച്ച് വുമൺ, കുക്ക് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദാനന്തര ബിരുദം, സമാന തസ്തികയിൽ 23 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഹോം മാനേജർ തസ്തികയിലേക്കും SSLC വിജയിച്ചവർക്ക് വാച്ച് വുമൺ, കുക്ക് എന്നീ തസ്തികകളിലേക്കും അപേക്ഷിക്കാം. ഓഗസ്റ്റ് 19 രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9446220616, അടുത്ത നമ്പർ 9846216144. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9220 രൂപ, പവന് 73,760 രൂപ. കല്ലൂർ, പാലത്തുപറമ്പ്
പുന്നങ്ങത്ത് പൈലോത് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലില്ലിയാണ് ഭാര്യ. രാഗി, രാജി, രാജു, രാജീവ് എന്നിവർ മക്കളും. ജോഷി, ജിനോ, ആൻസി, റിൻസി എന്നിവർ മരുമക്കളുമാണ്. മുണ്ടത്തിക്കോട് രാഗദീപം ബാൻഡ് സെറ്റിലെ വാദ്യകലാകാരനായ ചെങ്ങാലൂർ രണ്ടാങ്കല്ലെ മാമ്പ്ര പുഷ്പൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമ്മിണിക്കുട്ടിയാണ് ഭാര്യ. അമീഷ്, അനു എന്നിവർ മക്കളും. വിപിൻ മരുമകനുമാണ്. നന്ദിപുലം കരുമാലി ഗോവിന്ദൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ലളിതയാണ് ഭാര്യ. സൗമ്യ, സൂര്യ എന്നിവർ മക്കളും. പ്രസാദ്, സുരേഷ് എന്നിവർ മരുമക്കളുമാണ്. വെള്ളാനിക്കോട് മുട്ടിത്തടി കുന്നംപുറത്ത് വർക്കി മത്തായി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ തൃക്കൂർ മണ്ഡലം മുൻ പ്രസിഡന്റും പുതുക്കാട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും കല്ലൂർ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ബോർഡ് അംഗവുമായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ. ബിനു, ബിജോ, ബിന്നി, ബെറ്റ്സി, ബിബി എന്നിവർ മക്കളും. ടിസി, ജൂലി, ജിസ, ടോമി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് മാർക്കറ്റ് റോഡിൽ കൊടിയൻ അന്തോണിയുടെ ഭാര്യ മേരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബീന, റോബർട്ട് എന്നിവർ മക്കളും. ജോൺസൺ പല്ലിശ്ശേരി, ഷേളി ചെറിയത്ത് എന്നിവർ മരുമക്കളുമാണ്. വരാക്കര മഞ്ഞളി ഫ്രാൻസിസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. എൽസിയാണ് ഭാര്യ. ബിന്ദു, രഞ്ജിത്ത് എന്നിവർ മക്കളും. തോംസൺ, മഞ്ജു എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം മാട്ടുമല നെടുമ്പുള്ളി വീട്ടിൽ സുകുമാരൻ ഭാര്യ രാധ എന്ന മണി അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മകൻ സുമേഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മരത്താക്കര സ്വദേശി. LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ യോഗവും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.